ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെങ്കൽ മധുവിൻ്റെ വീടാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, എന്നിട്ടും ആവണിമോളെ ഇതുവരെ നിങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നില്ലല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ ആവണിയൊക്കെ ഇപ്പോഴേ വീട്ടിലെത്തി കഴിഞ്ഞെന്ന് മധു പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന തൻ്റെ ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മധുവിൻ്റെ ആളുകള് ആവണിയെ വൃന്ദാവനത്തിന്റെ വാതിൽകൾ ഇറക്കിവിട്ടിട്ട് പോകുന്നതാണ്. അതേസമയം ആവണിയെ കണ്ടയുടൻ തന്നെ മീര പുറത്തേക്ക് ഓടി ചെല്ലുന്നു. മോള് ഇത്ര നേരം എവിടെയായിരുന്നെന്നും അവര് മോളെ ഉപദ്രവിച്ചോ എന്നൊക്കെ തന്നെ മീര ചോദിക്കുമ്പോൾ ആവണി പറയുകയാണ്, ഉപദ്രവിക്കാനോ? അതിന് ഞങ്ങൾ ചുറ്റിക്കറങ്ങുകയായിരുന്നല്ലോ. മോളെ ആരാ കൊണ്ടുപോയതെന്ന് മീര ചോദിക്കുമ്പോൾ ആവണി പറയുകയാണ്, അത് പിന്നെ സച്ചിയങ്കളുടെയും അച്ചുവാൻ്റിയുടെയും ഓഫീസിലെ സ്റ്റാഫുകളാണെന്നാ പറഞ്ഞത്. എന്നിട്ട് മോൾ അവരുടെ ഓഫീസിൽ പോയോ എന്ന് മീര ചോദിക്കുമ്പോൾ ഇല്ലെന്നും ഞങ്ങൾ ചുറ്റിയടിക്കുകയായിരുന്നെന്നും തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആവണി അവരോട് പറയുകയാണ്. കുറേ നേരം അവരോടൊപ്പം ചുറ്റിയടിച്ചതിന് ശേഷം ഐസ്ക്രീം കഴിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവണി പറയുന്നു. അറിയാത്തവർ വിളിച്ചിട്ട് മോൾ എന്തിനാ പോയതെന്ന് മീര ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ചുവാൻ്റിക്കും സച്ചിയങ്കളിനും എന്നെ കാണണമെന്ന് പറഞ്ഞു, അതാ ഞാൻ അവരുടെ ഒപ്പം പോയതെന്ന് ആവണി പറയുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർക്കൊരു ഫോൺ വന്നത്. ആൻറ്റി വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞെന്നാ അവർ പറഞ്ഞത്. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നും ആവണി പറയുമ്പോൾ ഇത് കേൾക്കുന്ന കമലയും മീരയും അതിശയത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന കമലയെ വിളിക്കുന്നതാണ്. ആവണി മോൾ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ എത്തിയെന്ന് കമല പറയുന്നു. നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകളാണ് കൊണ്ടുപോയതെന്നാ മോള് പറഞ്ഞത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അതെല്ലാം ചെങ്കൽ മധുവിൻ്റെ ആൾക്കാരായിരുന്നു അമ്മേ. ഞാൻ അമ്മയെ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കോള് കട്ട് ചെയ്യുകയാണ്. അതേസമയം മധു അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇതുപോലെ പലതും സംഭവിക്കും. അതിൻ്റെ ഒരു ട്രയൽ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. ഇപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് തന്നെ നീ എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചു, അത് വേണോ എന്ന് നീ തന്നെ ആലോചിക്കാൻ മധു പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് ചെയ്യാനാകുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എത്രമാത്രം വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, അനൂപേട്ടനെ സച്ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ട് തരികയില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എന്താണെങ്കിലും അതിന് സമ്മതിക്കുകയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മധു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. മീര ആവണിയോട് പറയുകയാണ്, മോളെ ഇനി ആര് വന്നാലും മോള് അവരുടെ കൂടെ ഒന്നും പോകാൻ നിൽക്കരുത്. ചിലപ്പോൾ മോളെ കൊണ്ടുപോയി ഉപദ്രവിച്ചെന്ന് വരും. അതുകൊണ്ടാ അമ്മ പറയുന്നത്. അമ്മയ്ക്ക് വിഷമമായോ? ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ആവണി മീരയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അതേസമയം അർച്ചന വൃന്ദാവനത്തിലേക്ക് ഓടിയെത്തുകയാണ്. അർച്ചനയെ കണ്ട ഉടൻ തന്നെ ആവണി അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അർച്ചന ആവണിയെ ചേർത്ത് പിടിക്കുകയാണ്. മോളെ അവര് ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒന്നും ചെയ്തില്ലെന്ന് ആവണി പറയുന്നു. അമ്മേ, മോളെ കൊണ്ടുപോയി കൈ കഴുകിച്ചിട്ട് വാ. അങ്ങനെ ആവണിയെ കൂട്ടിക്കൊണ്ട് കമല പോകുമ്പോൾ അർച്ചന പറയുകയാണ്, ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞില്ലായിരുന്നോ മോൾക്കൊന്നും പറ്റാതെ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. അതിന് നിനക്കിവിടെ ഒരു റോളും ഇല്ലല്ലോ അർച്ചനെ. അവര് കൊണ്ടുപോയി അവരായി തന്നെ തിരിച്ചു കൊണ്ടുവിട്ടു, അത്ര തന്നെ. എനിക്കിപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ്. ഇവള് കാരണമാണ് വീട്ടില് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതിനു വേണം ആദ്യം പരിഹാരം ഉണ്ടാക്കാനെന്ന് മീര പറയും. കമല മീരയോട് ദേഷ്യപ്പെടുകയാണ്. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. എടോ, തന്നോട് റിസ്ക് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അമ്മയ്ക്കൊരു കാര്യം അറിയാമോ? ഡോക്ടർ ഇവൾക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിരുന്നത്. ശരീരം അനങ്ങാനേ പാടില്ലെന്ന്. ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമായി കിട്ടിയ കുഞ്ഞാണ്. ഓരോ കാര്യങ്ങൾക്ക് മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവം നിർത്താൻ അമ്മ തന്നെ പറയണം. ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് എനിക്കാകും എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം, ഈ അർച്ചനയ്ക്ക് ജീവനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനൂപേട്ടനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. വാ സച്ചേട്ടാ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. മോൻ അർച്ചനയെ വഴക്ക് പറയില്ല കേട്ടോ എന്ന് കമല പറയുമ്പോൾ അത് പിന്നമ്മേ, ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അർച്ചന ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. അതുകൊണ്ട് മാത്രമാ അങ്ങനെയൊക്കെ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് എന്താണെങ്കിലും അനൂപേട്ടനെ എല്ലാ പ്രശ്നങ്ങളുടെയും പുറത്ത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്നിറങ്ങുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.